ഹായ്, ഈ വർഷം ആദ്യത്തെ ചക്കയാണേ. ആൻറ്റിയൊക്കെ അങ്കിളൊക്കെ ചോറ്റാനക്കരയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ പറമ്പ്, ആൻറ്റി മേടിച്ചിട്ടിരിക്കുന്ന പറമ്പ് കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചക്കയാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പണ്ടത്തെ ഓർമ്മയിൽ വട്ടം കൂടി ഇരുന്ന് റെഡിയാക്കി. ആൻറ്റി അതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് കറി വേണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അങ്കിള് തന്നെ ഒരു വണ്ടിക്കാരൻ വന്നപ്പോൾ അവിടെ നിന്ന് അത് മേടിച്ചുകൊണ്ട് വന്ന് അത് തന്നെ ഇരുന്ന് വെട്ട് റെഡിയാക്കി. അപ്പോഴത്തേക്കും അമ്മ ചക്കക്കുരു മീനും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. കറി ഇതേപ്പോൾ ആൻറ്റി പഴയ കറി മാറ്റിയെടുക്കുകയാണ്. ആൻറ്റിയുടെ കറി നല്ല സൂപ്പറാണ്. ആൻറ്റി നന്നായിട്ട് മീൻ കറി വെക്കും കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ റെഡിയാക്കി. പിന്നെ അങ്കിള് ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്നലെ എന്തോ ചിക്കനൊക്കെ മേടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ. മസാല ഒന്നും ഇടാതെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞങ്ങളെന്താണെങ്കിലും എല്ലാവരും കൂടെ കൂടിയൊന്ന് വട്ടം കൂടി ചക്കപ്പുഴുക്ക് റെഡിയാക്കി. അപ്പോൾ ചക്കക്കുരു ഇച്ചിരി കൂടുതലായിരുന്നാൽ ആൻറ്റിയും ഞങ്ങളുടെ മോളാണ് മുത്തുമണിയും കൂടി ഇരുന്ന് റെഡിയാക്കി. അപ്പോൾ എനിക്ക് ഇച്ചിരി വീട്ടിലേക്ക് കൊണ്ടുപോകാനോ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഒരു കുഞ്ഞ് ചക്ക മുറിച്ചിട്ട് ഞങ്ങളെല്ലാവരും വയറിറച്ച് കഴിക്കാൻ പാകത്തിന് ഉണ്ടായിരുന്നു താനും. അതെല്ലാം എല്ലാവർക്കും വയറ് നിറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ശപ്പാടൊക്കെ കഴിച്ചപ്പോൾ മുത്തുവിനൊരു ആഗ്രഹം, പണ്ടത്തെ ഓർമ്മയാണ്. പിള്ളേരെ കൊണ്ടൊക്കെ ഞാനിങ്ങനെ ആറ്റിലേക്ക് പോകുമായിരുന്നു. ഇതുങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൊണ്ട് ആറ്റിപ്പോവും, അപ്പുറത്ത് കടുവയുണ്ട് പൂച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ ആറ്റിൽ കൊണ്ടുപോകണം. ഓർമ്മയിലൊക്കെ അവൾ വന്നപ്പോൾ തൊട്ട് ആറ്റിൽ പോകണമെന്ന് പറയുന്ന എന്താണെങ്കിലും ആറ്റിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആറ്റിൽ പോയി ഇരുന്ന് കുറേ പഴയ കഥകളും ഒക്കെ ഇരുന്ന് പറഞ്ഞ് അവിടെ രണ്ടുപേരും അങ്കിളും ആൻറ്റിയും കൂടെ പ്രണയസല്ലാപത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം പഴയ കഥകളൊക്കെ പറഞ്ഞ് ആറ്റിൽ നിന്ന് കയറിപ്പോന്നു. അപ്പോൾ അവർക്കിതൊക്കെ ഒരു വലിയ അനുഭവമാണ്, നാട്ടിൽ നിന്ന് ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കാമെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു.